السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉക്കുട ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ മുദരിസ് ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള എല്ലാ ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ മഹത്തായ ബന്ധം അല്ലാഹു സ്വീകരിക്കുകയും നാളെ മരണസമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മാഷാ അല്ലാഹ്, ഞാൻ പരിപാടി അവിടെ നിർത്തി വരുമ്പോൾ വലിയ ബേജാറായിരുന്നു. കാരണം ഇനി നൻ്റെ അങ്ങ വിളിക്കില്ല കണ്ടിത്ത കാര്യക്രമത്ത് പോയിട്ട് വരുമ്പോൾ കണ്ടിട്ട് വാൾനിപ്പായിട്ട് ആറ് വിളിക്കുവാറ്. പിന്നെ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ വലിയ ഗോലിയങ്കാടിക്ക് പോകണമെന്ന നീയത്തിൽ വലിയ ബേജാറിൽ വന്നതാണ്. മാഷാ അല്ലാഹ്, ഈ സദസ്സെല്ലാം കാണുമ്പോൾ, ഇവിടുത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ വലിയ ഒരു സന്തോഷമായിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടം ഇവിടേക്ക് വന്നിരുന്നത് കണ്ടിട്ടായിട്ട് അതിൽ ഏറ്റവും വലിയൊരു കാരണം ഈ റായത്തങ്ങ ദർസിനെ വലിയ ഇഷ്ടപ്പെട്ടിട്ട് അതിനെ ഏറ്റെടുത്തതായിരിക്കും ഇതിക്ക് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടുണ്ടാൽ. മാഷാ അല്ലാഹ്, നല്ലൊരു മുദരിസും മുതഅല്ലിമീങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മുദരിസിനെ കാണുമ്പോൾ ചെറിയ പോലെ കണ്ടെങ്കിലും ഉൽക ചെമ്മ ഉണ്ടായത്. അല്ലാഹു നല്ല ഹിമ്മത്തും തഖ്വയും ഇൽമും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു ദർസിന്റെ വിഷയത്തിൽ ഞങ്ങളെ ഗോലിയങ്കാടി ഈ കരിയത്തങ്ങളെ ഏറ്റെടുത്തിട്ട് ഇവിടെ ആരും കോടിയാധിപത്യ രക്ഷാധിപത്യ ആരും ഇല്ല ആയെങ്കിലും ആ മുതഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന്റെ പേരിലെല്ലാം ഏറ്റെടുത്തിട്ട് അതിൽ നിങ്ങൾ സ്വീകരിച്ചത് അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലിയ സന്തോഷിക്കേണ്ടതായിട്ട്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തില് മഹാനായ സയ്യിദന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക്കിനെ ഏറ്റെടുത്തിരെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷയിക്കുമ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുടെ ഉമ്മയായിട്ട് ഉമ്മു സുലൈമ ബീബി റളിയല്ലാഹു അൻഹ, അനസിന്റെ ബാപ്പായിട്ട് മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹയുടെ മോനായിട്ട് അനസ്. അങ്ങനെ അനസ് റളിയല്ലാഹുവിന്റെ ബാപ്പ വഫാത്തായാൽ പിന്നെ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹു മങ്ങിലായി താരകൊന്തുണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ മങ്ങിലായിട്ട് ആയൽ പിന്നെ ഇത് ഫസ്റ്റ് മാപ്പിളുടെ മോണു ആറ് അർത്ഥവിടെ പോലീസ് വണ്ടി കൊണ്ടു അങ്ങനെ നിപ്പാട്ടോ തല വെച്ചാക്കണം. നിങ്ങൾ അങ്ങനെ രക്ഷനാക്കണം, അത് മുന്നേ നിപ്പാട്ടോ. അനസ് റളിയല്ലാഹു അൻഹു ആരെ മോണു? ഉമ്മു സുലൈമ ബീബി റളിയല്ലാഹുവിന്റെ ഫസ്റ്റ് മാപ്പല്ല മോണു. മങ്ങിലായാൽ പിന്നെ നിങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ട് ഈ കിടാവിടെ നങ്ങ എന്തിനാക്കിടേ. അപ്പൊ രണ്ടാളും മാപ്പിളും പിഞ്ഞായി ഒപ്പന്തായിട്ട് ഈ കിടാവിടെ നങ്ങ ആരെ കയ്യിൽ കൊടുക്കടേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ കൊടുക്കടേ. എന്നാ ചെന്നോണ്ടുള്ളത് ഒരു മുതഅല്ലിമീങ്ങളെ ഏറ്റെടുക്കടേ. ഒരു ഇൽമു പഠിക്കര ഒരു കിടാവരെ ഏറ്റെടുത്തെങ്കിൽ കിട്ടുന്ന പ്രതിഫല എന്ത് എന്നത് ഒരു ചെറിയ ഉദാഹരണം. ഇതുകള്ള പണ്ടേ പാരമ്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസിനെ കൊണ്ടേറ്റ് കൊടുത്തിട്ട് ചെല്ല് നബിയെ, ഞങ്ങ മാപ്പിലും പിഞ്ഞായും രണ്ടാളും കൂടിയിട്ട് തീർമാനം എടുത്തിട്ട് ഈ കിടാവിടെ നിങ്ങളെ കയ്യിൽ ഞങ്ങ പുട്ടു തന്ന. അപ്പോഴായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കിടാവിടെ തലക് കൈവച്ചിട്ട് ദുആറുന്നത് അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ ഔലാദിഹി വ അംവാലി. പടച്ചവനെ, ഈ കിടാവിടെ മുതലിലും സ്വത്തിലും നീ എന്താക്കണോ, മക്കളിലും നീ ബർക്കത്ത് നൽകണോ. അങ്ങനെ ചുരുക്കത്തിൽ ചെല്ലെങ്കിൽ ആ കിടാവിടെ സ്ഥാനം എവിടത്തോളം പോയിട്ട് എന്നെങ്കിൽ ആ കിടാവ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ 20 വർഷം. പിന്നെ ആ അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത് 100 ചില്ലറ വർഷം, 140, 130, 100 ചില്ലറ, ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്.
ആ നിലക്ക് ജീവിച്ച ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു വലിയ ചെമ്മ വർഷത്തോളം ജീവിച്ച സഹാബിയായിട്ട് അതിൽ പിന്നെ ജീവിച്ച ഒരാളായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രത്യേകത എന്തുകൊണ്ടുണ്ടാ മരിക്കുന്തോളം മുടി വെളുത്തിട്ടില്ല, തലര മുടി വെളുത്തിട്ടില്ല. എന്തുകൊണ്ടുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 10 വർഷത്തെ കിടാവാകുമ്പോ ആ തലക്ക് കൈവച്ചില്ലേ, അതിരെ ബർക്കത്ത് കൊണ്ട് മുടി വെളുത്തിട്ടില്ല. എന്നിട്ട് മാത്രല്ല ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിന്റെ മക്കൾ എന്തുണ്ടാ 100 ചില്ലറ മക്കള് അനസ് റളിയല്ലാഹു. ആ മക്കളിൽ ആറ് കൊണ്ടുണ്ടാ എല്ലാം ആഫീനീങ്ങളായിട്ട് നങ്ങ മറിച്ചെങ്കിൽ ചിലപ്പോ ജാമകത്തത്ത് ഒരു 10 മക്കളെ റെഡിയാക്കണമെങ്കിൽ അത് ഉൾത്തൂറിനതാവും, അതുപോലെ തന്നെ ഗോലിയങ്കേട്ടർ മയ്യാലെ എവിടെയെല്ലാം പോയിട്ട് വൃത്തിയാക്കണം. അവിടെ ബഹുമാനപ്പെട്ട അങ്ങനെ പേടിക്കുക. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആർന്നതായിട്ട്. അപ്പൊ ഞാൻ ചെന്നത് എന്തിലേക്ക് ചെന്നെങ്കിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹുവിന്റെ സ്വത്ത് എല്ലാരെ സമ്പത്തോട്ടത്തില് വർഷത്തിൽ 2 വർഷം 2 ഒറുക്ക ഫലം കായ്ച്ചോണ്ടിട്ട് അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തില് 2 കുറി ഫലം കായ്ച്ചോണ്ടിട്ട് ഇത് നബി തങ്ങളെ ആ ഒരു ബർക്കത്തായിട്ട് എന്നതുപോലെ അൽഹംദുലില്ലാഹ് ഗോടി അങ്ങാടിക്കാർക്ക് അള്ളാഹു കൊടുത്ത വലിയ ഒരു ഔദാര്യം ചെന്നെങ്കിൽ ആ നബി തങ്ങളെ ഒരു നോട്ട ഇൻഷാ അല്ലാഹ് ഇൽമ പഠിക്കുന്ന മക്കളെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൽ ധാരാളം ബഹുമാനിച്ചിട്ട് നല്ല നിലക്ക് പോണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെ ഒന്ന് നോക്കിയിട്ട് അതിലൊരു അടയാളായിട്ട് അള്ളാഹു ഈ ഉയർച്ച എന്നൊന്നും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എപ്പോഴും ദർസിന്റെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് സഹകരിക്കണം. അത് എപ്പോഴും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാല് ചെമ്മ അനുഭവം എന്റെ ജീവിതത്തിൽ കൊണ്ട് ഞാൻ ഒരു ഔത്തുകുമുത്താലിമിങ്ങ വന്നെങ്കിൽ ഞാൻ ചിരിച്ചിട്ട് ആദരിച്ചിട്ട് വലിയ ബഹുമാനിക്കട്ടെ. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട താജുശ്ശേരി ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അതുകൊണ്ട് വലിയ ഒരു ഗൗരവമുള്ള ഒരു വ്യക്തിയായിട്ട് മുത്താലിമു ചെന്നെങ്കിൽ അൽഹംദുലില്ലാ ആ ഒരു നിയോഗം ഞങ്ങൾ ഈ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു അവസ്ഥ അൽഹംദുലില്ലാ ഗോടിയങ്കാടിക്കാർ അള്ളാഹു കൊടുത്തു. അത് എപ്പോഴും നിലനിപ്പാട്ടു. അതിന് എല്ലാ നിലക്ക് ശ്രമിച്ചിട്ട് അങ്കെല്ലാ വ്യവസ്ഥ ചെയ്തു കൊടുത്തിട്ടു ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് സഹകരിക്കറു. അള്ളാഹു എല്ലാം ബർക്കത്തിലാക്കി തീർക്കുമാറാകട്ടെ.